ദൃശ്യം 3യുടെ സിനിമാ വിശേഷങ്ങളുമായി സംവിധായകൻ ജീത്തു ജോസഫ് നമ്മോടൊപ്പം വീഡിയോടൊപ്പം ചേരുകയാണ്. സർ, കുടുംബ പ്രേക്ഷകർ ഏറ്റെടുത്ത ആദ്യ 2 ഭാഗങ്ങൾ, മൂന്നാമത്തെ ഭാഗം വരുമ്പോൾ ഒരുപാട് പ്രതീക്ഷയോടെയാണ് ആരാധനയുള്ളത്. ആ പ്രതീക്ഷയ്ക്കൊപ്പമുള്ള സ്ക്രിപ്റ്റും എങ്ങനെയൊക്കെയായിരിക്കും നമ്മുടെ? അല്ല, അതാ ഞാൻ പറഞ്ഞത്, ആ പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ അമിത പ്രതീക്ഷയാവരുത്. ബേസിക്കലി എനിക്ക് തോന്നുന്നു ഇപ്പോൾ ജോർജ് കുട്ടിയുടെ കുടുംബം അവർ ഇതുവരെ കടന്നുപോയ സാഹചര്യങ്ങളെല്ലാം പ്രേക്ഷകർ കണ്ടു. ഇനി എന്തായിരിക്കും അവരുടെ ലൈഫിൽ, ഇനി എന്താ ഇപ്പോൾ അവർ സമാധാനമായിട്ടാണ് അവരുടെ ജീവിതം, ഇനി അവരുടെ ഇടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവുമോ എന്നൊക്കെ പറയുന്ന ആ കുടുംബത്തിലും ജോർജ് കുട്ടിയിലും കോൺസെൻട്രേറ്റ് ചെയ്താണ് ഈ സിനിമ പോകുന്നത്. പിന്നെ ഇതിനിപ്പോൾ ഔട്ട്സൈഡ് ഇനി പുതിയതായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്നുണ്ടോ, അപ്പോൾ അതൊക്കെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റിയിൽ വരിക. ആ കുടുംബത്തിന് ഇനി എന്ത് സംഭവിക്കും, എന്താണ് ഇനി ആ ക്യൂരിയോസിറ്റിയിൽ വരുന്നത് ഇതുപോലെ. അതായത് നമ്മൾ 1 ഇങ്ങനെയായിരുന്നു, 2 ഇങ്ങനെയായിരുന്നു, 2ന്റെ മുകളിൽ ഉള്ള സ്ക്രിപ്റ്റിംഗ് ആണ് 3 എന്നൊക്കെ പ്രതീക്ഷിച്ച് വരുന്നത്. അങ്ങനെയുള്ള ചില റൈറ്റപ്സ് ഞാൻ കണ്ടു. അങ്ങനെ ഒരു അതിന് മുകളിലുള്ള സ്ക്രിപ്റ്റ് എഴുതാൻ വേണ്ടിയിട്ട് അല്ല ഞാൻ ഈ സിനിമ ചെയ്യുന്നത്. ഞാൻ ജോർജ് കുട്ടി ഫാമിലിയുടെ കഥ പറയുകയാണ്. ആ കഥയുടെ വേറൊരു ഇപ്പോഴത്തെ ഒരു അവസ്ഥ, 4.5 വർഷം അല്ലെങ്കിൽ 4 വർഷങ്ങൾക്ക് ശേഷമുള്ള അവരുടെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഒരു ഫാമിലി ക്രൈം ത്രില്ലർ എന്ന രീതിയിലാണ് ആദ്യ 2 ഭാഗങ്ങളും ഉണ്ടായത്. സാർ തന്നെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ത്രില്ലറായിട്ട് ഇതിനെ കാണുന്നത് യോജിപ്പില്ല എന്ന്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ശരിക്കും 2 ഫാമിലിയുടെ കഥയാണ്. അവരുടെ ഇമോഷണൽ ഇതാണ്. അതിനകത്ത് ഒരു ക്രൈമും വന്നു. ആ ക്രൈമിനകത്തൊരു കുറച്ച് കളികൾ വന്നപ്പോൾ ആൾക്കാർ വേറൊരു തലത്തിലേക്ക് എന്നെ അവരുടെ ആസ്വാദന ഇത് അവരെ വേറെ തലത്തിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ ആൾക്കാർ ഭയങ്കര എക്സൈറ്റഡ് ആയി. അപ്പോൾ ആ ഒരു ഇത് വെച്ചിട്ട് പറഞ്ഞു ഫാമിലി ത്രില്ലർ എങ്ങനെ വേണമെങ്കിലും പറഞ്ഞിട്ട്, ഞാനിപ്പോഴും അതിനെ ഒരു ഫാമിലി ഡ്രാമ കൈൻഡ് ഓഫ് സിനിമയായിട്ടാണ് കാണുന്നത്. അപ്പം പക്ഷേ ആൾക്കാരോട് ഇങ്ങനെ ചിന്തിക്കരുതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ അപേക്ഷിക്കുകയാണ്. അമിത പ്രതീക്ഷയില്ലാതെ വരിക. ഓഫ് കോഴ്സ് നിങ്ങൾക്കൊരു ക്യൂരിയോസിറ്റി കാണും. അത് എല്ലാം നമുക്ക് എപ്പോഴും എല്ലാ സിനിമകൾക്കും ഉണ്ടല്ലോ, അതിൽ വരിക. ഈ 2ാം ഭാഗം കഴിഞ്ഞപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് സാറിന് മുമ്പിൽ ആദ്യം മനസ്സിൽ വന്നത് ഇതിന്റെ 3ാം ഭാഗത്തിന്റെ ക്ലൈമാക്സ് ആണ് എന്നുള്ളതാണ്. അതിനുശേഷം കഥ ഡെവലപ്പായി ചെയ്യുകയായിരുന്നു അല്ലേ? അങ്ങനെയല്ലേ? അതെ. അങ്ങനെ ഒരു 3 വന്നാൽ എങ്ങനെ ഇത് അവസാനിക്കണം എന്ന് പറയുന്ന ഒരു സാധനത്തിൻ്റെ ഒരു തോട്ട് എനിക്ക് മനസ്സിൽ വന്നായിരുന്നു. പക്ഷേ അതിനൊക്കെ കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ബേസിക്കലി അതിൽ തന്നെയാണെങ്കിലും അതിൻ്റെ രീതികളിൽ മാറ്റം വന്നു. എന്നിട്ട് നമ്മൾ ബാക്കി അപ്പോൾ അതിൻ്റെ പുറകോട്ട് ബാക്കിയുള്ള അവരുടെ അവസ്ഥയും കാര്യങ്ങളും ഒക്കെ നമ്മൾ എന്താ പറയുക വർക്ക് ചെയ്തെടുത്തു. നമ്മളിപ്പോൾ നിൽക്കുന്ന ഒരു സിനിമ ലൊക്കേഷനാണ്. ഇവിടെ കോടതിയും ലോ കോളേജൊക്കെയാണ് കാണാൻ പോകുന്നത്. അപ്പോൾ ഒരു ക്രൈമായിട്ട് ബേസ്ഡ് തന്നെ അല്ലല്ലോ, ഇത് ഓൾറെഡി ഇതൊരു ക്രൈം നടന്ന ഒരു കഥയല്ലേ. സ്വാഭാവികമായിട്ടും പോലീസിൻ്റെയും കോടതിയുടെയൊക്കെ പരാമർശങ്ങൾ ഈ സിനിമയിൽ ഡെഫിനറ്റായിട്ട് വരും. വരാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അതൊക്കെ ഉണ്ടാവും, അത്രയേ ഉള്ളൂ. അല്ലാതെ പുതിയ ക്രൈമോ അങ്ങനെയൊന്നുമല്ല. ജോർജ് കുട്ടി ഈ 3ാം ഭാഗം കൊണ്ട് അവസാനിക്കുമ്പോൾ 4ാം ഭാഗത്തേക്ക് ഉണ്ടാവും. ആദ്യം 3 തീർക്കട്ടെ, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം കേട്ടോ. എന്തായാലും വളരെയധികം സന്തോഷം. ഈ തവണ ഒരു 3ാം ഭാഗം ആരംഭിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട സന്തോഷം എന്ന് പറയുന്നത് നമ്മുടെ ലാലേട്ടന് പാൽക്കി പുരസ്കാരം നേടിയ സന്തോഷത്തിന് നിറകൂടിയുണ്ട് അല്ലേ? തീർച്ചയായിട്ടും വളരെ സന്തോഷമുണ്ട്. അഭിമാനത്തിൻ്റെ നിമിഷമാണ് അത്. അദ്ദേഹം ഡിസേർവ് ചെയ്യുന്നൊരു അവാർഡ് തന്നെ. തീർച്ചയായും വളരെ സന്തോഷം. ക്യാമറമാൻ രാഹുലിനൊപ്പം സിബി ജോസഫ്, മീഡിയ 1 കൊച്ചി.